തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച പ്രധാനമന്ത്രിക്കെതിരെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട് ദിവസങ്ങൾ പലതായി. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശബ്ദത തുടരുകയാണ്. വനിതാ സംവരണത്തിന്റെ മറവിൽ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടതിന്റെ രോഷം പ്രകടിപ്പിക്കാനാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ പ്രസംഗം നടത്തിയത്. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി നടത്തിയ രാഷ്ട്രത്തോടുള്ള അഭിസംബോധന പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നത് ആർക്കും ബോധ്യമാകുന്ന സംഗതിയാണ്. ഇത്തരമൊരു പരാതി മുമ്പിലെത്തിയാൽ പ്രാഥമികമായ നടപടികളെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ? അതുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇക്കാര്യം അറിഞ്ഞതായി പോലും കമ്മീഷൻ ഭാവിക്കുന്നില്ല. ഈ കുറ്റകരമായ മൗനം ആർക്കുവേണ്ടിയാണ്? പ്രധാനമന്ത്രിക്കെതിരായ പരാതിയിൽ മൗനം തുടരുന്ന കമ്മീഷൻ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ പരാതികളിൽ വളരെ വേഗം നടപടികൾ സ്വീകരിക്കുവാനായി രംഗത്ത് വരുന്ന കാഴ്ചയും നാം കാണുന്നു. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ കേന്ദ്രമന്ത്രിമാർ നടത്തിയ പരാതിയിൽ തിടുക്കത്തിൽ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. തന്റെ പ്രസ്താവനയെക്കുറിച്ച് ഖാർഗെ നൽകിയ വിശദീകരണം മുഖവിലക്കെടുക്കാതെയാണ് ധൃതി പിടിച്ചുള്ള കമ്മീഷന്റെ നടപടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത സംബന്ധിച്ച ഗൗരവമായ സംശയം ഉയർത്തുന്നതാണ് ഈ നടപടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഈ വിധം സംശയത്തിന്റെ നിഴലിലാകുന്നത് ആശങ്ക ഉണർത്തുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നിലനിർത്തേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന നീക്കങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണം. ഭരണഘടനാ സ്ഥാപനങ്ങളെ വരുതിയിലാക്കാനുള്ള BJP സർക്കാരിൻ്റെ നീക്കം അപകടകരമായ പ്രത്യാഘാതങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കും. ഈ നീക്കത്തിനെതിരെ യോജിച്ച പ്രതിരോധം തീർക്കാനാകണം. ജനാധിപത്യത്തെ സംരക്ഷിച്ചേ തീരൂ.